വൈഎസ്ആർ കോൺഗ്രസ് രൂപീകരിച്ച വഖഫ് ബോർഡ് പിരിച്ചുവിട്ട ആന്ധ്രാപ്രദേശ് സർക്കാർ 2023 മാർച്ച് 1 മുതൽ ബോർഡ് പ്രവർത്തിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പിരിച്ചുവിട്ടത്. ബോർഡ് രൂപീകരിച്ചതിനെതിരെ നൽകിയ ഹർജിയിൽ ചെയർമാന്റെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, ആന്ധ്രാപ്രദേശിലാണ് ഇത്തരം ഒരു സുപ്രധാന തീരുമാനമുണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഈ രാജ്യമൊട്ടാകെ വഖഫ് അധിനിവേശം വലിയൊരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്നും ഇത്തരം ഒരു വാർത്ത വരുന്നത്. തീർച്ചയായും ദേവിക, ആന്ധ്രാപ്രദേശിൽ നിന്ന് ഇത്തരത്തിലൊരു വാർത്ത പ്രത്യേകിച്ചും ഈ വഖഫ് ബില്ല് പരിഗണിക്കുന്ന വേളയിൽ, അതായത് പാർലമെന്റിന്റെ പരിഗണനയിൽ ഇരിക്കുന്ന വേളയിലാണ് വന്നത് എന്നതാണ് ഏറെ വാർത്താ പ്രാധാന്യത്തോടെ എല്ലാവരും നോക്കിക്കാണുന്ന ഒരു വിഷയമായി മാറിയത്. നമുക്കറിയാവുന്നതാണ്, ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട ഭേദഗതികളെ സംബന്ധിച്ചുള്ള നിരവധി നിയമപ്രശ്നങ്ങൾ ഉയരുന്നുണ്ട്. സ്വാഭാവികമായും ആ നിയമപ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ആന്ധ്രാപ്രദേശിലും ഇത്തരമൊരു നിയമപ്രശ്നം ഉയർന്നു വന്നത്. 2023 മാർച്ച് മുതൽ വഖഫ് ബോർഡ് പ്രവർത്തിക്കുന്നില്ല, നിലവിലെ വഖഫ് ബോർഡ് പ്രവർത്തിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വഖഫ് ബോർഡിനെ അടിയന്തരമായി പിരിച്ചുവിടാനുള്ള ഒരു തീരുമാനം ചന്ദ്രബാബു നായിഡു സർക്കാർ അടിയന്തരമായി ഇന്നലെ കൈക്കൊണ്ടത്. നവംബർ 30-നാണ് ഇത് സംബന്ധിച്ചൊരു തീരുമാനമുണ്ടായതും ഇന്ന് അത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ഒക്ടോബർ 21-ന് വഖഫ് ബോർഡ് രൂപീകരിക്കുന്നതിന് വേണ്ടി നൽകിയ സർക്കാർ ഉത്തരവ് പിൻവലിച്ചുകൊണ്ടാണ് ഈ നീക്കം ആന്ധ്രാപ്രദേശ് യാഥാർത്ഥ്യമാക്കിയത്. നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട വഖഫ് ബോർഡ് ചെയർമാന്റെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കോടതിയിൽ ചോദ്യമുയർന്നിരുന്നു. ഇത് നവംബറിൽ കോടതി, ഒക്ടോബറിൽ ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പുകളും മറ്റും നടക്കുകയും നവംബറിൽ ഹൈക്കോടതി തന്നെ ഈ ഉത്തരവ്, അതായത് ഈ തെരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്യുകയും ചെയ്തു. ചില നിയമപ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. സ്റ്റേ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ 2023 മാർച്ച് മുതൽ ഒഴിഞ്ഞുകിടക്കുന്ന വഖഫ് ബോർഡിന്റെ പദവികൾ നിയമിക്കാൻ, പുനർനിയമനം നടത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വഖഫ് ബോർഡിന്റെ പദവികളെല്ലാം തന്നെ ഇത്രയും മാസമായി, ഏതാണ്ട് 20 മാസത്തോളമായി ഒഴിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് പ്രവർത്തിക്കുന്നില്ല, ഭരണസ്തംഭനം ഉണ്ടായിരിക്കുന്നു എന്ന് കൂടി ചൂണ്ടിക്കാട്ടിയാണ് അടിയന്തരമായി ബോർഡ് പിരിച്ചുവിടുന്നതിന് തീരുമാനമെടുത്തത്. ബോർഡ് രൂപീകരിക്കുന്നത് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയത് ഒക്ടോബർ 21, 2023-നാണ്. ആ ഉത്തരവ് പൂർണ്ണമായും പിൻവലിച്ചാണ് സർക്കാർ ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വഖഫ് ബില്ല് വരാനിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത്തരമൊരു നീക്കം നടത്തിയത് ഏറെ രാഷ്ട്രീയ പ്രാധാന്യത്തോടെയും അതുപോലെ തന്നെ നൈതിക പ്രാധാന്യത്തോടെയും നിരീക്ഷകർ നോക്കിക്കാണുന്നുണ്ട്. ദേവിക. ശരി.